മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം ആണ് ഭൂരിഭാഗം സമയവും ചർച്ചയായത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ്. ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേരളമാകെ ഞെട്ടിത്തെരിച്ചിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടും പോക്സോ കേസുകൾ അടക്കം അതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും നിരവധി നടിമാർ ഈ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനത്തിനടക്കം ഇരയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും ആ വിവരങ്ങളിലൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സ്വമേധയാ നടപടിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. പരാതി നൽകിയാൽ മാത്രം സർക്കാർ കേസെടുത്ത് മുന്നോട്ട് പോകും. ഇതിനു മുൻപും പരാതി നൽകിയിട്ടുള്ള നടിയെ ആക്രമിച്ച വിഷയത്തിലടക്കം മറ്റ് ചില കേസുകൾ എണ്ണിപ്പിറക്കി പറഞ്ഞാണ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചത്. അതായത് അത്തരത്തിൽ പരാതി കിട്ടിയിട്ടുള്ള കേസുകളിലെല്ലാം ആ പരാതികളിലെല്ലാം കേസെടുത്ത് കൃത്യമായി തന്നെ അന്വേഷണവുമായി നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. അതായത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളിലൊന്നും കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കം DGPക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഈ പോക്സോ കേസിലടക്കം അടിയന്തരമായി ആ പരാമർശത്തിലടക്കം കേസെടുക്കണമെന്നുള്ള ആവശ്യവുമായി DGPക്ക് കത്ത് നൽകിയിരുന്നു. ആ കത്ത് ADGP MR അജിത്കുമാറിന് ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ്. ADGPക്ക് കൈമാറിയിരിക്കുകയാണ്. അത് ADGPയുടെ പരിഗണനയിലിരിക്കുന്നു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുകയാണ്. അതായത് ADGPയുടെ പരിഗണനയുള്ള ഒരു വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുകയാണ്. പരാതി ഇല്ലാതെ കേസില്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടാണ്. ഗണേഷ് കുമാറിനെതിരെ ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്ന ചില ആരോപണങ്ങൾ ഉയരുന്നു. മാത്രമല്ല ഗണേഷ് കുമാറാണ് അതിൽ പരാമർശിച്ചിട്ടുള്ള ആളെ എന്നും അദ്ദേഹം താങ്കളുടെ ഗണേഷ് കുമാറിനെതിരെ സംസ്ഥാന മന്ത്രിസഭയിലെ കൂടി അംഗമാണ്. എന്തെങ്കിലും തരത്തിലുള്ള പരാതി ലഭിച്ചോ എന്ന ചോദ്യത്തിന് ഒരു തരത്തിലുള്ള മറുപടിയും എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല.